അങ്ങനെ കുറേ നല്ല സിനിമകളും സീരീസുകളൊക്കെ ഏപ്രിൽ മാസത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ മെയ് മാസത്തിൽ നമ്മൾ കാത്തിരിക്കുന്ന സിനിമകളും സീരീസുകളൊക്കെ ആയിരുന്നു ഈ ഒരു വീഡിയോയിൽ നോക്കാം. മെയ് 1 തന്നെ മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞ നിവിൻ പോളി ചിത്രം വരാനിരിക്കുന്നുണ്ട്. സോ ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമയാണ്. നിവിൻ പോളിയുടെ വലിയൊരു കംബാക്ക് പ്രതീക്ഷിക്കുന്ന സിനിമയാണ്. അതിന് കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ ആ ഒരു പാസ്റ്റ് 4-5 പടങ്ങളുടെ അവസ്ഥ അദ്ദേഹത്തിന് തന്നെ അറിയാം, അതുപോലെ തന്നെ പ്രേക്ഷകർക്കും അറിയാം. സോ അതിൽ നിന്ന് വലിയൊരു ടേൺ അല്ലെങ്കിൽ വലിയൊരു വ്യത്യാസമാണ് ഈ സിനിമയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ആദ്യത്തെ പ്രൊമോഷൻ മെറ്റീരിയൽസും സോങ്സൊക്കെ വന്നപ്പോൾ നമ്മൾ വിചാരിച്ചത് ഒരു പക്ക കോമഡി എൻ്റർടൈനർ ആണെന്നുള്ളതാണ്. പക്ഷെ അതിൻ്റെ റീസെൻ്റ്ലി പുറത്തിറങ്ങിയ ടീസർ എൻ്റയർലി ആ ഒരു ജോണർ ഷിഫ്റ്റ് ആയിട്ടുള്ള വേറൊരു എന്തോ ഒരു സാധനമാണെന്നുള്ളതാണ് ടീസ് ചെയ്യുന്നത്. സോ നമുക്ക് കണ്ടു തന്നെ അറിയാം സിനിമ എങ്ങനെയുണ്ടെന്നുള്ളത്. സിനിമ 1 പുറത്തിറങ്ങും. ദെൻ ഇതേ ദിവസം തന്നെ ഹീരാമന്തി എന്ന് പറഞ്ഞ് നെറ്റ്ഫ്ലിക്സിലൂടെ ഒരു സീരീസ് പുറത്തിറങ്ങുന്നുണ്ട്. നമ്മുടെ സഞ്ജയ് ലീല ബൻസാലി ഒരുക്കുന്ന സീരീസാണ്. ഇന്ത്യയിലെ ഒട്ടുമിക്ക എല്ലാ ടാലന്റഡ് ആക്ടേഴ്സിനൊക്കെ തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വലിയ സീരീസാണ്. അത് നെറ്റ്ഫ്ലിക്സിലായിരിക്കും അതിൻ്റെ എല്ലാ എപ്പിസോഡുകളും ഈ 1 പുറത്തിറങ്ങാം. ദെൻ ഇതേ ദിവസം തന്നെ ആയിരിക്കും ഒരു പക്ഷേ ഗോഡ്സില്ല -1 ബ്ലൂറേ ഡിജിറ്റൽ റിലീസ്. ഇത് പക്ഷേ ഇവിടെ ഇല്ല, ജപ്പാനിൽ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഒഫീഷ്യൽ ആമസോൺ പ്രൈമിൽ ജപ്പാനിൽ മാത്രം ഇറങ്ങുന്ന ഡേറ്റ് മെയ് 3 പക്ഷെ മെയ് 1 തന്നെ ഇതിൻ്റെ ബ്ലൂറേ ഡിസ്ക് റിലീസ് ചെയ്യുന്നതിന് മുമ്പേ പറഞ്ഞിരുന്നു. സോ 1 അല്ലെങ്കിൽ 3 ഈ 2-3 ദിവസത്തിനുള്ളിൽ എങ്കിൽ തന്നെ നമുക്ക് ഈ ഗോഡ്സില്ല -1 കാണാനുള്ള അവസ്ഥ കിട്ടും എന്ന് തന്നെ തോന്നുന്നു. പക്ഷേ ഇന്ത്യയിൽ റിലീസൊന്നുമില്ല, പക്ഷേ പല വഴികളിലൂടെയും കാണാൻ അവസരമുണ്ട്. ആൻഡ് ഭയങ്കരധികം ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന, ഭയങ്കരധികം കാത്തിരിക്കുന്ന സിനിമകളിലൊന്നാണ്. തിയേറ്ററിലൂടെ റിലീസ് ചെയ്യില്ല എന്ന് ഏകദേശം ഉറപ്പായി. അതിന് മെയിൻ കാരണങ്ങളിലൊന്ന് നമ്മുടെ ഗോഡ്സില്ല വേഴ്സസ് കോങ് എന്ന ആ ഒരു മൂവി ആയിരുന്നു, അല്ലെങ്കിൽ മറ്റേ ന്യൂ എംപയർ എന്ന ചിത്രം. സോ ഒരേ വർഷത്തിൽ ഒരുമിച്ച് റിലീസ് ഉണ്ടാവില്ല അങ്ങനത്തെ കുറച്ച് ക്ലാഷ് ഒക്കെ ഉണ്ട് അതിൽ. സോ അതുകൊണ്ടാണ് ഇവിടെ റിലീസ് വരാണ്ടിരുന്നത്. പക്ഷേ പുറത്തൊക്കെ ഉണ്ടായിരുന്നു, കണ്ടവരൊക്കെ മികച്ച തിയേറ്ററിൽ എക്സ്പീരിയൻസ് എന്നാണ് പറഞ്ഞത്. പോരാത്തതിന് ഓസ്കാർ അടക്കം കിട്ടി. സോ ഒരുപാട് പ്രതീക്ഷയുള്ളൊരു സിനിമയാണ് ഗോഡ്സില്ല -1. ഒന്നല്ലെങ്കിൽ 1 അല്ലെങ്കിൽ 3 ഇതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും ഇറക്കും. ദെൻ 3 നടികർ എന്ന് പറഞ്ഞ ടോവിനോ ചിത്രം പുറത്തിറങ്ങുന്നുണ്ട്. നമ്മുടെ ലാൽ ജൂനിയർ സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. ഇതിൻ്റെ ടീസറും ട്രെയിലറൊക്കെ ഒന്നും അങ്ങോട്ട് വിട്ടു തരാതെ എന്തൊക്കെയോ പുതിയതായിട്ടുള്ളൊരു അറ്റംപ്റ്റ് നടത്തുന്ന ഒരു സിനിമയാണെന്ന് തോന്നിപ്പിച്ച രീതിയിലാണ് ഇറക്കിയിട്ടുള്ളത്. സോ ഈ ഒരു സിനിമ തിയേറ്ററിലൂടെ 3 റിലീസ് ചെയ്യും. ദെൻ ഇതേ ദിവസം തന്നെ ഫോൾ ഗോ എന്ന ഹോളിവുഡ് ചിത്രം പുറത്തിറങ്ങുന്നുണ്ട്. ഇവിടെ വലിയ റിലീസ് ഉണ്ടാവും എന്നുള്ളത് അറിയില്ല. ദെൻ അരൺമനെ 4 എന്ന തമിഴ് ചിത്രം ഇതേ ദിവസം 3 തന്നെയാണ് പുറത്തിറങ്ങുന്നത്. ദെൻ മെയ് 8 ഡാർക്ക് മാറ്റർ എന്ന് പറഞ്ഞൊരു സീരീസ് ആപ്പിൾ TV+ പുറത്തിറങ്ങുന്നുണ്ട്. ഇതിന്റെ ട്രെയിലറൊക്കെ കുറച്ച് രസമുണ്ടായിരുന്നു. ദെൻ 10 കിങ്ഡം ഓഫ് ദി പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് എന്ന ചിത്രം പുറത്തിറങ്ങുന്നത്. ഹോളിവുഡിൽ നിന്നും ഈ വർഷം വരുന്ന ഏറ്റവും വലിയ റിലീസുകളിൽ ഒന്നാണ് ഈ കിങ്ഡം ഓഫ് പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ്. സോ അവർ പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് ഫ്രാഞ്ചൈസിലെ അല്ലെങ്കിൽ റീബൂട്ട് ഫ്രാഞ്ചൈസിലെ 4ാമത്തെ ചിത്രമാണ്. അവർ ട്രയോളജിയോടെ ആ ഒരു സിനിമ അല്ലെങ്കിൽ ആ ഒരു മൊത്തം ഫ്രാഞ്ചൈസ് അവസാനിച്ചു എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് അതിന് തന്നെ അടുത്ത ട്രയോളജിയുടെ ആദ്യ പടമായിട്ട് ഇത് പുറത്തിറങ്ങുന്നത്. ആൻഡ് ഇതിൻ്റെ ട്രെയിലറൊക്കെ രസമുണ്ടായിരുന്നു. IMAX-ലൊക്കെ കാണാൻ പറ്റിയൊരു പടമായിരിക്കും എന്ന് തോന്നുന്നു. സോ ഈ സിനിമ ഇന്ത്യയിൽ മെയ് 10 ആയിരിക്കും പുറത്തിറങ്ങുക. ദെൻ പെരുമാനി എന്ന് പറഞ്ഞൊരു ചിത്രം 10 പുറത്തിറങ്ങുന്നുണ്ട്. പോരാത്തതിന് മലയാളത്തിൽ നിന്ന് മാരിവില്യൻ ഗോപുരങ്ങൾ എന്ന് പറഞ്ഞൊരു ചിത്രവും 10 പുറത്തിറങ്ങുന്നുണ്ട്. ദെൻ മെയ് 12 ഡീമോൺ സ്ലെയർ ഹഷീറ ട്രെയിനിങ് ആർക്ക് പുറത്തിറങ്ങുക. അത് ഓൾറെഡി തിയേറ്ററിൽ റിലീസ് ചെയ്തിരുന്നു തോന്നുന്നു അതിൻ്റെ മൂവി, ഈ ആദ്യത്തെ 1-2 എപ്പിസോഡ് വെച്ച്. പക്ഷേ കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഒരു 6-7 എപ്പിസോഡുകൾ അടങ്ങുന്ന ഒരു കംപ്ലീറ്റ് സീസണിന്റെ ആദ്യ എപ്പിസോഡ് മെയ് 12 ആയിരിക്കും പുറത്തിറങ്ങുക. ദെൻ മെയ് 16 ഗുരുവായൂരമ്പല നടയിൽ എന്ന് പറഞ്ഞ ചിത്രം പുറത്തിറങ്ങുന്നത്. ഇത് മലയാളത്തിലെ ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമയാണ്. ഒരുപാട് വലിയ കാസ്റ്റ് ലിസ്റ്റുള്ള, ബഡ്ജറ്റ് ഇറക്കിയിട്ടുള്ള, ഗുരുവായൂർ അമ്പലം തന്നെ മുഴുവനായിട്ട് ഒരു സെറ്റ് ഇട്ടുള്ള ഒരു സിനിമയാണ്. ഇതിന്റെ ട്രെയിലർ എനിക്ക് അത്ര വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം. വിപിൻ ദാസ് ആണ് സിനിമ സംവിധാനം ചെയ്തത്, നമ്മുടെ ജയ് ഹേ എന്ന സിനിമ സംവിധാനം ചെയ്ത ഡയറക്ടർ. ഈ സിനിമ തിയേറ്ററിലൂടെ ആയിരിക്കും 16 പുറത്തിറങ്ങുക. ദെൻ ഇതേ ദിവസം തന്നെ ഹൃദയസ്പർശിയായ പ്രണയകഥ എന്ന് പറഞ്ഞ ചിത്രം കൂടി പുറത്തിറങ്ങുന്നുണ്ട് മലയാളത്തിൽ നിന്നും. ദെൻ 17 ദി ഗാർഫീൽഡ് മൂവി, പോരാത്തതിന് ദി ഇഫ് എന്നീ 2 ഹോളിവുഡ് ആനിമേറ്റഡ് ചിത്രങ്ങൾ പുറത്തിറങ്ങുന്നുണ്ട്. ദെൻ 24 ആസിഫ് അലി ചിത്രമായി തലൈവൻ പുറത്തിറങ്ങാനിരിക്കുന്നത്. ഇതേ ദിവസം തന്നെ മന്ദാകിനി എന്ന് പറഞ്ഞൊരു മലയാള ചിത്രം കൂടി പുറത്തിറങ്ങുന്നുണ്ട്. ദെൻ നെറ്റ്ഫ്ലിക്സിലൂടെ അറ്റ്ലസ് എന്ന് പറഞ്ഞൊരു സിനിമയും കൂടി മെയ് 24 പുറത്തിറങ്ങുന്നുണ്ട്. ദെൻ ആ വീക്കിലെ ഏറ്റവും വലിയ റിലീസുകളിൽ ഒന്ന് ഫ്യൂരിയോസയാണ്. നമ്മുടെ മാഡ് മാക്സ് ഫ്യൂരി റോഡ് എന്ന ചിത്രത്തിന്റെ പ്രീക്വൽ ആയിട്ട് പുറത്തിറങ്ങുന്ന സിനിമ. ഹോളിവുഡിലെ ഈ വർഷത്തെ ഞാൻ ഈ കിങ്ഡം ഓഫ് ദി പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് പറഞ്ഞ പോലെ തന്നെ ഭയങ്കരധികം ആൻസിപ്പേറ്റഡ് ഉള്ള ജോർജ് മില്ലർ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ മാഡ് മാക്സ് ചിത്രം. ഇദ്ദേഹം അങ്ങനെ എല്ലാ സിനിമകളും ചെയ്യാറില്ല. ഇതിനു മുമ്പ് ഇദ്ദേഹം ചെയ്തിട്ടുള്ള ഫ്യൂരി റോഡാണ്. അത് കഴിഞ്ഞ് ഇത്രയും വർഷം എടുത്തിട്ടാണ് ഇപ്പോൾ ഈ ഒരു പ്രീക്വൽ ചിത്രം പുറത്തിറങ്ങുന്നത്. ഇതിനെപ്പറ്റിയുള്ള ചർച്ചകൾ വേ ബാക്ക്, ആ സിനിമ ഇറങ്ങി ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ തൊട്ടേ തുടങ്ങിയിരുന്നു. ആൻഡ് ഇത്രയും ടൈം എടുത്ത് ആന്യ ടൈലർ ജോയ്ക്കാണ് ഇതിൽ പ്രധാന വശത്തിലെത്തുന്നത്. ആൻഡ് ഇത് പ്രീക്വൽ ആണെന്ന് പലർക്കും അറിയില്ല. അതിനെപ്പറ്റി ഒരു സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വേറെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പക്ഷേ ഞാൻ വളരെയധികം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു ഈ വർഷത്തെ ഏറ്റവും വലിയ ഹോളിവുഡ് റിലീസുകൾ ഒന്നുകൂടിയാണ് ഫ്യൂരിയോസ. ദെൻ 31 ഇൻ എ വയലന്റ് നേച്ചർ എന്ന് പറഞ്ഞ ചിത്രവും ബേബി ജോൺ എന്ന് പറഞ്ഞ ഹിന്ദി ചിത്രവും മെയ് 31 പുറത്തിറങ്ങുന്നത്. ഈ നമ്മുടെ അറ്റ്ലിയുടെ തെറി എന്ന് പറഞ്ഞ ചിത്രത്തിന്റെ ഹിന്ദി റീമേക്ക് ആണെന്നൊക്കെയാണ് പറയുന്നത്. സോ ഇത്ര സിനിമകളും സീരീസുകളാണ് മെയ് മാസത്തിൽ നമ്മൾ കാത്തിരിക്കുന്നത്. കൂടാതെ ഈ പറഞ്ഞ ലിസ്റ്റിൽ ഏതെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഈ പറഞ്ഞ ലിസ്റ്റിൽ തന്നെ നിങ്ങളെ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ ഏത്, സീരീസ് ഏതെന്നുള്ളത് കമന്റ് ചെയ്യുക.